ഹായ് ഓൾ, ഹാപ്പി മോർണിംഗ്. എൻ്റെ പേര് റുബീന. ഞാൻ സ്കിൽ നെസ്റ്റിന്റെ കീഴിൽ EFT ഫോർത്ത് ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ടൈം മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ടൈം മാനേജ്മെന്റ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വളരെ അത്യാവശ്യമുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഞാൻ എൻ്റെ ടൈം വളരെ യൂസ്ഫുൾ ആയ രീതിയിലാണോ ഉപയോഗപ്പെടുത്തിയിരുന്നതെന്ന് എനിക്ക് എപ്പോഴും ഡൗട്ട് തോന്നാറുണ്ട്. എന്താ പറയാ, ബാക്കോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ടൈം ഞാൻ വേസ്റ്റ് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ EFTയിൽ വന്ന ഞാനത് ടൈം മാനേജ്മെന്റ് ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ EFTയിൽ വന്നിട്ട് സാറ് നമ്മളോട് ഗോൾ സെറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ക്ലാസ് എടുത്ത ടൈമിൽ ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടാവും. ഗോളിലേക്ക് എത്തപ്പെടാൻ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരു ഇതില് ശരിക്കും ആലോചിച്ച് നോക്കിയപ്പോ ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ ആ ഗോളിലേക്ക് എത്തപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും എന്താ ചെയ്യുന്നതെന്നുള്ളതിന് ഒരു ആൻസർ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ടൈം എടുത്ത് ആ ഒരു ഗോളിൽ ഞാൻ എത്തും എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അപ്പൊ സാർ പറഞ്ഞു, അങ്ങനെയല്ല, നമുക്കിപ്പോ ഒരു ഡേ അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ഇയർലി അങ്ങനെ ഒരു പ്ലാൻ, നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്തപ്പെടാൻ നമ്മൾ എന്തതിനു വേണ്ടി ചെയ്യുന്നുണ്ടെന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ആദ്യം വേണം എന്നുള്ളൊരു ഇത് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഓരോ ദിവസവും ആ ഒരു ഗോളിലേക്ക് എത്തപ്പെടാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ യൂസ്ഫുൾ ആയ രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇപ്പൊ എന്റെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് ആഗ്രഹങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നവരായിരിക്കും. അപ്പൊ ആ ഒരു ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ ടൈം നമ്മൾ വളരെ യൂസ്ഫുൾ ആയ രീതിയിൽ, പ്രൊഡക്റ്റീവായ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണ്ടോ എന്നുള്ളത് നമ്മൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അറിയണം. നമ്മുടെ ആ ഒരു ടൈം നമ്മൾ വളരെ യൂസ്ഫുൾ ആയ രീതിയിലാണോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഇപ്പോ ഏതൊരു സക്സസ്ഫുൾ പേഴ്സണെ എടുത്താലും ആ പേഴ്സന്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയായിരിക്കും. ഇപ്പോൾ ടൈം മാനേജ്മെന്റ് നമുക്ക് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷെ നമ്മൾ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. അപ്പൊ ആ ടൈം മാനേജ്മെന്റ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കുറച്ച് ടിപ്സ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താ പറയാ, നമ്മുടെ ടൈമിന് ഇപ്പൊ കുറെ പേര് പറയണേക്കാറുണ്ട് 24 hours ഉണ്ട്, എനിക്കത് തികയണില്ല എന്നുള്ളത്. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ എനിക്ക് ടൈം കിട്ടണില്ല എന്നുള്ളത് കുറെ പേരുടെ ഇതില് കുറെ പേര് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോ അവരുടെ ടൈം സത്യം പറഞ്ഞ ഒരു ഇതില്ലാതെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഡേ നമ്മൾ എൻഡിൽ നൈറ്റ് നമ്മൾ മോർണിംഗ് തൊട്ട് നമ്മുടെ ടൈം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്തെന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ലാതെ, അതല്ലെങ്കിൽ അവരുടെ നമ്മളിപ്പോ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ ടൈമിനെ അല്ലെങ്കിൽ മണിക്കൂറിനെ നമ്മൾ എപ്പോഴും കൺവേർട്ട് ചെയ്യണം മിനിറ്റിലേക്കും സെക്കൻഡ്സിലേക്കും. നമ്മളിപ്പോ ഒരു 1 hour എന്തെങ്കിലും വേണ്ടി യൂസ് ചെയ്യണ്ടെങ്കിൽ ആ 1 hour നമ്മൾ അതായത് 60 minutes അല്ലെങ്കിൽ 3600 seconds നമ്മൾ ഇന്നൊരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഇന്ന് ഒരുപാട് പേര് അവരുടെ ടൈം വേസ്റ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയാസിലേക്കാണ്. അപ്പൊ നമ്മള് നമ്മുടെ ടൈം അങ്ങനെ എന്താ പറയാ, വേണ്ടാത്ത രീതിയിൽ നെഗറ്റീവായ രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണ്ടെങ്കിൽ അതാദ്യം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടൈം അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ടോ എന്നുള്ള ഒരു ഇതാണ് നമ്മൾ ആദ്യം, തിരിച്ചറിവാണ് നമ്മളിലേക്ക് ആദ്യം എത്തേണ്ടത്. പിന്നെ രണ്ടാമതായിട്ട് ജേണൽ എഴുതാൻ തുടങ്ങുക. നമ്മൾ ഒരു ദിവസം നമ്മുടെ മോർണിംഗ് തൊട്ട് നമ്മൾ ഉറങ്ങുന്നത് വരെ നമ്മൾ എങ്ങനെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തു, എത്ര ടൈം നമ്മൾ യൂസ്ഫുൾ ആയ രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തു, എത്ര ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ജേണൽ എഴുതുന്നത് വഴി അത് വഴി നമുക്കൊരു ഇത് അവെയർ കിട്ടണേണ്. നമ്മൾ ഇന്ന് ഇത്ര ടൈം നമ്മുടെ യൂസ്ഫുൾ ആയ രീതിയിൽ ഉപയോഗപ്പെടുത്തി, അല്ലെങ്കിൽ വേസ്റ്റ് ചെയ്ത ആ ഒരു ടൈം നാളെ നമുക്കത് തിരുത്തി നാളെ നമുക്ക് ആ ടൈം കൂടി യൂസ്ഫുൾ ആയ രീതിയിലാക്കി മാറ്റാൻ നമ്മൾ ട്രൈ ചെയ്യും. അത് നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുമെങ്കിലും വേണം. ഞാൻ മോർണിംഗ് തൊട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, അതിൽ ഇന്ന കാര്യങ്ങളാണ് ഞാൻ നല്ല രീതിയിലായിട്ട് ചെയ്തതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നെക്സ്റ്റ് ഒരു ഇതാണ്, നമ്മള് നമ്മൾ ഫുൾ ബിസി ആയിരിക്കും നമ്മുടെ ലൈഫ്. ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് നമ്മളോട് ഇന്ന കാര്യം, നമുക്ക് അർജന്റായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇടയിൽ നമ്മൾ ഫ്രണ്ട് വന്നിട്ട് നമ്മളോട് എന്തെങ്കിലും ഒരു ഇത് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് നോ പറയാനുള്ള ഒരു മടി കാരണം
നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ ഒരു ഇതിനു വേണ്ടി നമ്മുടെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യും. അപ്പൊ നോ പറയേണ്ട ചെറിയ ചെറിയ കേസുകൾ വരുമ്പോൾ നമ്മൾ അവിടെ നോ പറഞ്ഞ് നമ്മുടെ ടൈമിന് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകി ആ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ മാക്സിമം ട്രൈ ചെയ്യും. അതുപോലെ അടുത്തത് പ്ലാനിങ്. നമ്മുടെ ലൈഫിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നാളത്തെ ഡേ നമ്മൾ എങ്ങനെയാ പോകേണ്ടതെന്നുള്ളതിന് ഒരു പ്ലാനിങ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. അതിന് ഇപ്പോ ഞാൻ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച്, ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ജൂണിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇയറിലേക്ക് വേണ്ട ഇയർ പ്ലാൻ, മന്ത്ലി പ്ലാൻ, ലെസൺ പ്ലാൻ, അങ്ങനെ വീക്ക്ലി എല്ലാം നമ്മൾ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡേ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് എന്താ എടുക്കണ്ടേ അതിനെ കുറിച്ചൊന്നും നമ്മൾ ഒട്ടും വറീഡ് അല്ല. കാരണം നമുക്കറിയാം ഇന്ന് ഇതാണ് പോകേണ്ടത് എന്നുള്ളൊരു ഫുൾ പ്ലാൻ നമ്മൾ ഓൾറെഡി അവിടെ എഴുതി ഒരു പ്ലാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിനും നമുക്കൊരു നാളെ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളതിനൊരു പ്ലാനിങ് നമ്മൾ റെഡിയാക്കണം. നാളത്തെ ഒരു അറ്റ്ലീസ്റ്റ് നാളെ എന്താന്നുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്ത് മോർണിംഗ് ഇന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് അറിയാം നമ്മുടെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫിലും ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് എത്ര ടൈം നമുക്ക് വേണം എന്നുള്ളത്. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ നമ്മുടെ ടൈം ഉപയോഗിക്കണം. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലൈഫ് ഒരു ചിട്ടയായ രീതിയിലായിരിക്കണം മുമ്പോട്ട് പോകുന്നത്. അതല്ല എന്താ പറയാ എനിക്കിതൊന്നും പ്രശ്നമില്ല അങ്ങനെ ഒരു രീതിയിൽ രാവിലെ എണീക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെ നമ്മൾ രീതി നമുക്കില്ലെങ്കിൽ നമ്മൾ കണ്ട് നമ്മുടെ മക്കള് അതിലേക്ക് എത്തണത്. അപ്പൊ നമ്മളൊരു ചിട്ടയായ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തന്നെ അത് കണ്ട് നമ്മുടെ മക്കൾ ഇതാക്കണമെന്ന് മാത്രമല്ല, നമുക്ക് ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ചെറിയൊരു കാര്യമാണ് കീ. നമ്മുടെ കീ വെക്കാൻ ഒരു പ്രോപ്പർ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മളത് എന്നും അവിടെ ആയിരിക്കും അത് നമ്മൾ സൂക്ഷിക്കുന്നത്. അതല്ല, നമ്മൾക്ക് ഓരോ ദിവസവും നമ്മൾ ഓരോ സ്ഥലത്ത് അത് വെക്കണമെങ്കിൽ ആ നെക്സ്റ്റ് ഡേ നമ്മൾ കുറച്ച് എന്താ പറയാ ബിസി ആയിട്ട് ഇറങ്ങുന്ന ടൈമിൽ ആ ഒരു ചെറിയൊരു കീ തപ്പാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു 10 to 15 മിനിറ്റ്സ് അവിടെ വേസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഓരോ സെക്കൻഡ്സിനും നമ്മൾ വാല്യൂ കൊടുത്തിട്ട് എന്താ പറയാ നമ്മൾ ഒരു ചിട്ടയായ രീതിയിൽ നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം ഒരുപാട് ഉപയോഗപ്പെടുത്താൻ പറ്റും. അതുപോലെ പങ്ക്ച്വാലിറ്റി. ഇന്ന് എന്താ പറയാ കുറെ പേരില് ഇല്ലാത്തൊരു ഇതാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മക്കളെ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളാണെങ്കിലും നമ്മള് ഓരോ കാര്യങ്ങൾക്കും ഓരോ ഇതിനും പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ എടുത്തു നോക്കി അവരുടെ കൾച്ചറിന്റെ ഒരു ഭാഗം തന്നെയാണ് പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. അവർ ഓരോ സെക്കൻഡ്സിനും അവിടെ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മളും എന്താ പറയാ പങ്ക്ച്വാലിറ്റി നമ്മുടെ ലൈഫിൽ ടൈം മാനേജ്മെന്റ് പറയുമ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു വാക്കാണ് പങ്ക്ച്വാലിറ്റി. അപ്പൊ ആ പങ്ക്ച്വാലിറ്റിക്കും നമ്മളും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ മൾട്ടി ടാസ്കിങ്. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് മൾട്ടി ടാസ്ക് കപ്പാസിറ്റി വളരെ കൂടുതലുള്ളവരായിരിക്കും. അപ്പൊ കിച്ചണിൽ തന്നെ ഒരേ ടൈം അവര് പല പല ജോലികൾ. അപ്പൊ ആ മൾട്ടി ടാസ്ക് ചെയ്യുന്നതോടു കൂടി തന്നെ നമ്മുടെ ടൈം ഒരുപാട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഒരേ ടൈം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് അത് ആ ഒരു ടൈം നമുക്ക് അവിടെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നെ എന്താ പറയാ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അതിന് റിസൾട്ട്. അപ്പൊ നമ്മുടെ ഡെയിലി ഓരോ കാര്യങ്ങളിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യണ ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അത് കഴിയുകയും ചെയ്യും. അതല്ല നമ്മൾ ഫോക്കസ് ചെയ്യാതെ ഇങ്ങനെ ഇതായിട്ട് ചെയ്താൽ നമുക്ക് അതിനൊരു പെട്ടെന്ന് അത് കംപ്ലീറ്റ് ചെയ്യാനും കഴിയില്ല. നമ്മുടെ ടൈം അവിടെ വേസ്റ്റ് ചെയ്ത് പോണേണ്. പിന്നെ എന്താ പറയാ നമ്മുടെ ടൈം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അതില് ഏറ്റവും അർജന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അങ്ങനെ ഒരു മുൻഗണന കൊടുത്തിട്ട് നമ്മുടെ ടൈമിന് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഏറ്റവും അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞിട്ട് എന്താ പറയാ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആ ഒരു മുൻഗണന നമ്മൾ നേരത്തെ നമ്മൾ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ഒരു കാര്യവും അർജന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇമ്പോർട്ടന്റ് ആവുമ്പോൾ തന്നെ അത് ചെയ്ത് നമ്മുടെ ടൈം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോ എന്താ പറയാ ഓരോ വ്യക്തികൾക്കുമുള്ള ടൈം നമ്മൾ ഇതേപോലെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് സക്സസ്ഫുൾ ആയ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക്
എന്താ പറയാ നമ്മുടെ ലൈഫിലെ ഒരുപാട് ആഗ്രഹങ്ങൾ നിറവേറ്റാനും ഒരുപാട് സക്സസിലേക്ക് എത്താനും കഴിയും. അതല്ല നമ്മള് നമുക്ക് കിട്ടിയേക്കണ ഈ ടൈമിനെ മടി പിടിച്ച് നമ്മള് ഇപ്പൊ ഏറ്റവും വലിയ ശത്രു എന്നെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ശത്രുവാണ് നീക്കിവെക്കല്. ഏതൊരു കാര്യവും നാളെ നാളെ ചെയ്യാം നാളെ ചെയ്യാന്ന് പറഞ്ഞ് നീക്കി വെക്കണ ഒരു സ്വഭാവം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ആ ഒരു ഇതിലേക്ക് മുമ്പ് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് നമ്മുടെ ലൈഫിലെ ടൈം നമ്മള് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പോ എല്ലാവർക്കും അവരുടെ ലൈഫിൽ എന്താ പറയാ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യണേല് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ സക്സസ്ഫുൾ ആയ രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് അവരുടെ ടൈം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും ഉപയോഗപ്പെടുത്താനും എല്ലാവർക്കും കഴിയട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.